ഞാനൊരിക്കൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു കുട്ടി കൗമാരത്തിലേക്ക് പിച്ച് വയ്ക്കുന്ന അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ എന്നും പറഞ്ഞിരുത്തി. പെട്ടെന്ന് ഇത് ഓടി വന്നു എൻ്റെ അടുത്തേക്ക്. സീറ്റ് വിട്ട് ഓടി വന്ന ശേഷം എന്നോട് പറഞ്ഞു, അറിയാമോ, ഞാൻ ഗോവയിൽ ഒരു രാജകുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്. ഞാൻ പറഞ്ഞു, എനിക്കറിയാം. അപ്പോൾ കുട്ടി കൂടുതൽ സന്തോഷത്തോടെ ചോദിച്ചു, എങ്ങനെ അറിയാം? ഞാൻ ഗോവയിൽ വന്നപ്പോൾ മോളെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. വീണ്ടും സന്തോഷം കൂടി. അന്നാ പറയൂ, ഞാൻ അന്ന് ഏത് ഡ്രസ്സായിരുന്നു ഇട്ടായിരുന്നെ? ഞാൻ പറഞ്ഞു, മോള് രാജകുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയായിരിക്കുമ്പോൾ രാജകുമാരിയാണ്, രാജകുമാരിയുടെ ഡ്രസ്സായിരുന്നു ഇട്ടായിരുന്നെ. ഞാൻ ഒന്നുകൂടി ചേർത്ത് പറഞ്ഞു, മോള് ആ ഡ്രസ്സിൽ അതിസുന്ദരിയായിരുന്നു എന്ന്. ഇതിൻ്റെ സന്തോഷം സഹിക്കാൻ പറ്റണില്ല. കുഞ്ഞു പോയി സീറ്റിലിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്നെ കൈ മുറിഞ്ഞതൊക്കെ കാണിച്ചു തന്നു. ഓക്കെ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുത്തി. ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് ഇതിന് ശ്രദ്ധ കൊടുക്കണില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾ പട്ടോ എന്നും പറഞ്ഞ് താഴേക്ക് ഒറ്റ വീഴ്ച. ഞാൻ ഓടി ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട കേട്ടോ, കരയണ്ട, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. നിങ്ങൾക്കിത് കേട്ട് കഴിയുമ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നാം അല്ലേ? അപ്പം നമ്മൾ ചിന്തിക്കരുത് കേട്ടോ, ഇത് കുട്ടികളിൽ മാത്രമുള്ള പ്രശ്നങ്ങളാണെന്ന്. അങ്ങനെയല്ല, മുതിർന്നവരിലും ഈ പ്രശ്നങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവർ കാണിക്കുന്ന രീതി വേറെയാണെന്ന് മാത്രം.